ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുക കേട്ടോ കൂട്ടുകാരെ. എല്ലാവർക്കും സുഖവും സന്തോഷവും ആരോഗ്യമായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കഴിക്കാം. ഞാൻ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി, മുട്ടക്കറിയും മുട്ട റോസ്റ്റ്. പിന്നെ അത് ഞാൻ പറയത്തില്ല, അത് എൻ്റെ മാത്രം പ്രോപ്പർട്ടി ആയത്. ഓക്കെ, ഇത് കഴിച്ചു നോക്കട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. 9 മണിയായി, കഴിച്ച് കാണും. ഓക്കെ, ഇതുപോലും കഴിച്ചോ? ഓക്കെ വിട്ടാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കട്ടെ. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഉണ്ടാക്കാൻ ഇച്ചിരി പ്രയാസം. രാവിലെ ചപ്പാത്തിയും പൂരി പിന്നെ എളുപ്പമാണ്. ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചിട്ട് എണ്ണയിലിട്ട് എടുത്താൽ മതി. ഇത് പരത്തി വയ്ക്കണം. എന്തായാലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വിട്ടാര്. തൈറോയിഡുകാർ കഴിക്കരുതെന്നോ ഡോക്ടേഴ്സ് പറയുന്ന. പക്ഷെ ഇഷ്ടമുള്ള സാധനം നമുക്ക് എത്ര നാൾ പിടിച്ചു വയ്ക്കാൻ പറ്റും. തുപ്പൂരമൊക്കെ വല്ലപ്പോഴും കഴിക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കും. കപ്പ കഴിച്ചുകൂടാ. ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കപ്പ. തൈറോയിഡിന് കഴിച്ചുകൂടാ. മൈദ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ട കഴിച്ചുകൂടാ. ചപ്പാത്തി കഴിച്ചുകൂടാ. പിന്നെ എന്തുവാ? ഇഡലി ദോശ, ഇഡലി ദപ്പ, ദോശ ദർപ്പ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ആഹാരമൊക്കെ പാകം ചെയ്തു. ഹോട്ടലിലെല്ലാം മോശമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഹോട്ടലിലെ ഭക്ഷണം മേടിച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ പറയാൻ പറ്റൂല അവർ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അവർക്ക് എന്തെങ്കിലും ലാഭമില്ല അവർക്ക് ചെയ്യാൻ പറ്റുമോ? അവരെ ഞാൻ കുറ്റം പറയല്ല. പക്ഷെ ചിലയിടത്തൊക്കെ നല്ല വെളിച്ചെണ്ണ തന്നെ ആയിരിക്കാം ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലാവുമ്പോൾ വെളിച്ചെണ്ണയിലെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് ആരോഗ്യമില്ല. അപ്പോൾ പിന്നെ എന്താ കാര്യം പറയണ? പിന്നെ ടൈമില്ലാത്തവരൊക്കെ ഫുഡ് കഴിക്കും വെളിയിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സ്ത്രീകൾ ജോലിക്ക് പോണവരാകുമ്പോൾ അവർ എന്ത് ചെയ്യാൻ പറ്റും?